ഇന്ന് നമുക്ക് ഒരു വാഴക്കൂമ്പ് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാഴക്കൂമ്പ് പുറത്തെ 3-4 അതിൻ്റെ പോളകൾ അടർത്തി മാറ്റിയതിന് ശേഷം കഴുകി എടുത്തിട്ട് ഒരു മുറത്തിൽ വെച്ച് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഈ മുറത്തിൽ അല്പം എണ്ണ തൂക്കണം, കാരണം ഇതിൻ്റെ കറ മുറത്തിൽ പിടിക്കാതിരിക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. കൊത്തി അരിഞ്ഞതിന് എടുത്തതിന് ശേഷം ഈ നമ്മുടെ കൈവെള്ളയിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ച കൂമ്പ് നന്നായിട്ടൊന്ന് ഞെവിടി ഒന്ന് ഉരുട്ടി, കൈവെള്ളയിൽ തന്നെ വെച്ചൊന്ന് ഉരുട്ടി ഇങ്ങനെ എടുക്കാമെങ്കിൽ അതിനകത്തുള്ള നാരും അതിൻ്റെ ഒരു കറയുണ്ട്, ആ കറ ഇങ്ങനെ ഉരുണ്ട് വരും. അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ എടുത്തതിന് ശേഷം കടുവറുത്ത് നമുക്ക് തോരനിടാം. ഇതിന് അരപ്പ് വെളുത്തുള്ളിയും ചെറിയ ജീരകവും പിന്നെ പച്ചമുളകും തേങ്ങായും എല്ലാം കൂടി ഇട്ട് ഒന്ന് ചതച്ച് വാരി എടുക്കുക. എടുത്തതിന് ശേഷം ചീനിച്ചട്ടി വെച്ച് കടുവറുത്ത് അതിലേക്ക് ഈ അരപ്പ് ഇട്ടിട്ട് ഇതിന് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടാനായിട്ട് നമുക്ക് കുറച്ച് വൻപയർ പുഴുങ്ങിയതും കൂടി ഇതിൽ ചേർക്കാം. വൻപയർ പുഴുങ്ങുന്നതാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിനെ. അങ്ങനെ വൻപയർ പുഴുങ്ങിയതും ചേർത്ത് അരപ്പ് വിട്ട് വാഴക്കൂമ്പും ചേർത്തിട്ട് നമ്മൾ അരച്ച ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരുപാട് വേവില്ല കൂമ്പിന്, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. നല്ല രുചികരമായ വാഴക്കൂമ്പ് തോരൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികളൊക്കെ എല്ലാം വിഷമുള്ളതല്ലേ. അപ്പോൾ ഇത് വിഷരഹിതമായ നല്ല നാടൻ വാഴക്കൂമ്പ് തോരൻ വെച്ചാൽ വളരെ ടേസ്റ്റുമാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ് വാഴക്കൂമ്പ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനിതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റായിട്ടുള്ള തോരനാണ്.